എന്താടാ, നിനക്കൊന്നും തിന്നേം കുടിക്കൊന്നും വേണ്ടേ? അവളെ വിളിച്ചിട്ടും കിട്ടാത്തതിന്റെ വിഷമായിരിക്കും അല്ലേ? അതെ, അവളെ തന്നെയാ ഞാൻ വിളിച്ചത്. നിങ്ങളുടെയൊക്കെ മനസ്സുപോലെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഓഹോ, ഞങ്ങളുടെയൊക്കെ മനസ്സിന് എന്താണാവോ ഒരു കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല. ഒരു കളങ്കമില്ലാത്ത പളുങ്ക് പോലത്തെ മനസ്സല്ലേ അമ്മയുടേത്. അതെ, ഈ വലിയേട്ടൻ അത് എപ്പോഴും പറയും. അതെ, അമ്മയുടെ മനസ്സിന്റെ അതേ ഫോട്ടോ കോപ്പിയാണ് അമ്മാവന്റെ മനസ്സും. രണ്ടാളെ ഒരു നുഖത്തിൽ കെട്ടാം. അത് പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും പറയുമായിരുന്നു, ഞങ്ങൾ രണ്ടാളുടെ ഒരേ മനസ്സാണ്. അതും ഇവനങ്ങ് മനസ്സിലാക്കി കളഞ്ഞു, കൊച്ചു കള്ളൻ. മതി, രണ്ടാളും ചേർന്ന് എന്നെ പരിഹസിക്കുന്നത്. എന്തിന്? എടാ, ആൾക്കാരുടെ മുമ്പിൽ നീ ഒരു പരിഹാസ കഥാപാത്രം ആവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എവിടുന്ന് നിന്നെ പിടിച്ചോണ്ടുവന്നത്. അതാദ്യം നീ മനസ്സിലാക്ക്. നോ, എന്നെ രക്ഷപ്പെടുത്തിയതല്ല, ഒറ്റപ്പെടുത്തിയതാ രണ്ടാളും ചേർന്ന്. ഇന്ന് ഈ സമയം എന്റെ കൂടെ ഈ വീട്ടില് വിമല ഉണ്ടാവേണ്ടതായിരുന്നു. നിങ്ങളാണത് മുടക്കിയത്. ചേടാ, അത് കൊള്ളാം. ആ കുട്ടിക്ക് ഇവിടുത്തെ മരുമകളായി കയറി വരാനുള്ള ഭാഗ്യമില്ലാത്ര തന്നെ. ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നീ ഇപ്പൊ അവളല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്? അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലല്ലോ. അവളെ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ഫോൺ വിളിച്ചാ കിട്ടാതിരിക്കാനുള്ള കൂടോത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അത് പറയരുത്. കൂടോത്രത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് പക്ഷേ മനസ്സിലെ കുരുട്ട്, അതിലെനിക്ക് പേടിയുണ്ട്. ഇവിടെ ആർക്കും മനസ്സിൽ കുനിഷ്ടം കുഷ്ടമൊന്നും ഇല്ല. എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് നീ അവളെ വിളിച്ചോണ്ട് വരുന്നതില് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണല്ലോ. ആ വീട്ടുകാര് പറയുന്നതിൽ സുതാര്യത വേണം, അത് അത്യാവശ്യം. ഫോണിൽ പോലും അവളെ ഇപ്പൊ കിട്ടുന്നില്ല. ഇന്ന് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഞാൻ വിളിച്ചാല് അവൾ വരുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയില്ല. അവള് വന്നില്ലെങ്കിൽ ഒന്നിന് പകരം 100 പെൺകുട്ടികളെ ഞാൻ കാണിച്ചു തരും നിനക്ക്. അവള് മാത്രമല്ലല്ലോ ഈ ഭൂമിയിലുള്ളത്. നിന്നോടും അമ്മയോടും കൂറ് കാണിച്ച് കൂടെ നിൽക്കാൻ പറ്റിയ എത്ര പെൺകുട്ടികൾ വേണം നീ പറയേ? അതൊന്നും വിമലയ്ക്ക് പകരാവില്ല. അമ്മയും അമ്മാവനും അപ്പോ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കല്യാണം നടക്കുമായിരുന്നു. ശേടാ, വീണ്ടും ഇവൻ പറയുന്നത് എന്താണെന്ന് നോക്ക്. എടാ മോനെ, അവളുടെ സഹോദരൻ മരിച്ചു എന്നറിയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാ കല്യാണം നടത്തുന്നത്? വിനയേട്ടൻ മരിച്ചില്ലെന്നും കല്യാണം നടത്താമെന്നും വിസ്മയ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. മുഹൂർത്ത സമയത്ത് ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ പിന്നത് നടത്താൻ പാടില്ലെന്ന ശാസ്ത്രം. അങ്ങനെ ഒരു ശാസ്ത്രവും ഇല്ല. വീടിനടുത്ത് കിടന്ന് ഉരുളരുത് നിങ്ങൾ. പണ്ടേ നിങ്ങളെല്ലാം ധിക്കരിച്ച് ഒരു വിസയും സംഘടിപ്പിച്ച് വിമലയം കൊണ്ട് ഗൾഫിലേക്ക് പറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എല്ലാവരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ആവട്ടെ എന്ന് ആഗ്രഹിച്ചു പോയതാ. വീണ്ടും ഞാനത് ആലോചിച്ചുകൂടാന്നില്ല. അപ്പോഴും നിങ്ങൾ ഈ ന്യായം പറഞ്ഞ് വരാൻ നിൽക്കരുത്. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.